1987 തിരുവനന്തപുരം വല്യമലയിൽ ബഹിരാകാശ ഗവേഷണ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ISRO പുതിയ സ്ഥാപനം ആരംഭിക്കുന്നത്. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് വാണ്ട ജംഗ്ഷനിൽ തയ്യൽക്കട നടത്തിയിരുന്ന മോഹനൻ ISROയുടെ ഭാഗമാകുന്നത്. ഒരു സാധാരണ തയ്യൽക്കാരനായ മോഹനൻ്റെ ആദ്യ ചുമതല ജീവനക്കാരുടെ യൂണിഫോം തയ്ക്കുക എന്നതായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ മോഹനൻ്റെ ജോലിയിലെ കൃത്യതയും മികവും കണ്ടാണ് മറ്റൊരു ചുമതല കൂടി ഏൽപ്പിക്കുന്നത്: റോക്കറ്റിന് കുപ്പായം തയ്ക്കുക. 1995 കരാർ ജീവനക്കാരനായി ISROയിൽ പ്രവേശിച്ച മോഹനൻ്റെ ജീവിതം അങ്ങനെ മറ്റൊരു വഴിത്തിരിവിലേക്കെത്തി. മോഹൻ ഡ്രസ്സസ് ആയിരുന്നു ആദ്യം, പിന്നീട് അത് ന്യൂ മോഹൻ ഡ്രസ്സസ് ആക്കി. അന്ന് കട തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ തുടങ്ങിയത്. കൂടെ ഇരുന്ന് ഞങ്ങൾ കൂടെ ഇരിക്കും, പുള്ളി തയ്യലേറ്റം തുടങ്ങി. അത് കഴിഞ്ഞ് ഏതാണ്ട് 10-12 വർഷം കഴിഞ്ഞപ്പോഴാണ് ISROയിലേക്ക് ഒരു ടൈലറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നത്. അങ്ങനെ നമ്മളൊരു കോൺട്രാക്റ്റ് അവിടെ അവരുമായിട്ട് സൈൻ ചെയ്തു, കടയിൽ നിന്ന് സൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു. അത് ഉദ്യോഗസ്ഥന്മാർക്ക് കോട്ട് തയ്ക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം എടുത്തത്. പിന്നെ റോക്കറ്റിന് അതിൻ്റെ കവറിങ് തയ്യലായി. അത് വർഷങ്ങളോളം നീണ്ടു നിന്നു. ഇതിനകത്ത് തന്നെ മെഷീൻ കൊണ്ടിട്ട് ഒരു 2-3 മെഷീൻ ഇട്ട് വേറെ കുറച്ച് സഹായികളെയും കൂടെ ഇരുത്തിയാണ് തയ്ക്കുന്നത്. ആവശ്യം വരുമ്പോൾ അവർ വിളിക്കും, അവിടെ പോകും. അതിനു വേണ്ടിയുള്ള തുണിയൊക്കെ അവർ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാ മെറ്റീരിയൽസൊക്കെ അവർ കൊടുക്കും, തയ്ച്ചു കൊടുത്താൽ മാത്രം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിൻ്റെ നട്ടെല്ലായ ഉപകരണങ്ങൾ പലതും വല്യമലയിൽ നിന്നും മോഹനൻ തയ്ച്ച കുപ്പായമിട്ടാണ് പിന്നീട് അങ്ങോട്ട് 3 പതിറ്റാണ്ട് കാലം സഞ്ചരിച്ചത്. സാധാരണ കോട്ടൺ തുണികളല്ല, ISRO തന്നെ തയ്യാറാക്കിയ തുണി ഉപയോഗിച്ച് വേണം കുപ്പായം തയ്യാറാക്കാൻ. വമ്പൻ സ്പെയർ പാർട്സുകളും റോക്കറ്റിൻ്റെ ഭാഗങ്ങളും അളന്നു തിട്ടപ്പെടുത്താൻ പലപ്പോഴും മക്കളെയും മോഹൻ കൂട്ടുമായിരുന്നു. എന്നാൽ തയ്യൽ ജോലിയെല്ലാം അച്ഛൻ തനിയെ ചെയ്താണ് ശീലമെന്ന് മകൻ രാജേഷ് പറയുന്നു. അച്ഛൻ ISROയിൽ പോകുന്ന മുമ്പ് കടയുണ്ടായിരുന്നു വാണ്ടയിൽ കടയുണ്ട്. ആദ്യം പണ്ടൊക്കെ അവിടെ നിന്നാണ് കുപ്പായം ഈ ഡ്രസ്സെല്ലാം ഈ റോക്കറ്റ് ഈ തയ്യലിൻ്റെ ഒക്കെ അവിടെ ആയിരുന്നു ആദ്യം തച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീടാണ് എല്ലാ നമ്മളെ മെഷീനുകളും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ ആൾക്കാരെ വെച്ച് അച്ഛൻ തച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അനിയന്മാരും പോകുമായിരുന്നു. അതായത് ഈ പൊക്കത്തിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് അനിയന്മാരെയൊക്കെ കൊണ്ട് റോക്കറ്റ് കവറിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടാണ്ടിരുന്നത്. റോക്കറ്റ് ലോഞ്ചിങ് നടക്കുന്ന സമയത്ത് ശാസ്ത്രജ്ഞർ ധരിക്കുന്ന പ്രത്യേക യൂണിഫോമുകൾ ഉൾപ്പെടെ ബഹിരാകാശ ഗവേഷണ മേഖലയിലാകെ മോഹനൻ്റെ കുപ്പായങ്ങൾ സജീവമായി. ISROയിലെ ജോലിയിൽ സജീവമായ ശേഷം വാണ്ട ജംഗ്ഷനിലെ തയ്യൽക്കട പൂർണ്ണമായും അവസാനിപ്പിച്ചു. പക്ഷാഘാതം ബാധിച്ച് 2 വർഷങ്ങൾക്ക് മുൻപ് കിടപ്പിലാകുന്നതുവരെ പ്രിയപ്പെട്ട തയ്യൽ ജോലിയെ മോഹനൻ ഉപേക്ഷിച്ചിരുന്നില്ല. സെപ്റ്റംബർ 11 പുലർച്ചെ മോഹനൻ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ബാക്കിയായത് ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾക്ക് ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി നൽകിയ സംഭാവനകൾ കൂടിയാണ്. ETV ഭാരത്, തിരുവനന്തപുരം.